ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു സർപ്രൈസ് ട്രിപ്പിന് പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളുടെ കൂടെ ഉള്ളൊരുത്തൻ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടി വന്നതാണ്. പണ്ട് വള്ളാനകളുടെ നാട്ടിൽ മറ്റേ കുതിരവട്ടം പപ്പുചേട്ടൻ പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോലെ ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എത്തും എന്ന് പറയുന്നതല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. 5 മണിക്കൂറായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പം എന്താണെങ്കിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് നോക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു മല, അതാണ് റോക്കി മൗണ്ടെയ്ൻസ്. എന്ത് രസാലേ കാണാൻ, മഞ്ഞ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ്. പണ്ടൊരു ഹിന്ദി സീരിയൽ ഉണ്ടായിരുന്നു, അതിൽ ശിവനെ കാണിക്കുന്ന ഇങ്ങനത്തെ ഒരു പർവ്വതത്തിൻ്റെ മേലെ, അത് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. ഈ 2024 ഫസ്റ്റ് വിൻ്റർ സ്നോയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി, തുള്ളിച്ചാടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ല, ഇവനാണ് ലവൻ, നമ്മളെ പറ്റിച്ച് കൊണ്ടുവന്ന ലവൻ. ഇവൻ്റെ പേര് ഫഹീം എന്നാണ്. ഇത് നമ്മൾ വന്ന സ്ഥലത്തെ കുറിച്ച് പറയാൻ പറ്റുമല്ലോ. നമ്മൾ വന്നെത്തിയിരിക്കുന്നത് പീറ്റോ ലേക്കാണ്. പീറ്റോ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ എന്താണെങ്കിലും കോഴി മിൽഗ എന്നുള്ള നമ്മളെ ഋതിക് റോഷൻ്റെയും പ്രീതീസിൻ്റെയും മൂവി കണ്ടിട്ടുണ്ടാവും. അതിലൊരു പാട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു പാട്ട്. ആ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയും ബാൻഫൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇവിടെ വന്നിട്ട് ആ സെയിം ഡാൻസ് സ്റ്റെപ്പ് കളിച്ചിട്ടിട്ടതൊക്കെ, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ ലൊക്കേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2078 മീറ്റർ ഉയരത്തിലാണുള്ളത്. അത് മാത്രമല്ല, ഇതൊരു സബ് ആൽഫൈൻ മേഖലയും കൂടിയാണ്. ഇവിടെ ഏകദേശം 9 മാസം വരെ വിൻ്റർ തന്നെയായിരിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, 9 മാസം തണുപ്പ് എങ്ങനെയായിരിക്കുമല്ലോ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. എനിക്കൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല, വീടൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇവിടെ കൂടെ നടന്നു കഴിഞ്ഞാൽ തലയും കൊത്തി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടിയാണ് നടക്കുന്നത്. ഇവിടെ കൂടി കഷ്ടപ്പെട്ട് നടക്കാം, എന്നാൽ ആൾക്കാർക്ക് കോലും കൊണ്ടാണ് നടക്കുന്നത് കണ്ടത്. ഇത് രണ്ടുപേരും എന്നെ കാത്ത് നിൽക്കുകയാണ്. ഞാൻ വീണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്നാണ് രണ്ടുപേരും പറയുന്നത്. പക്ഷേ ഇവനെ കണ്ടാലുണ്ടല്ലോ, ഇങ്ങനെ മണ്ടനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾ എമിറേറ്റ്സ് പോകുമ്പോൾ അതിൻ്റെ പൈലറ്റായിട്ട് ഇവനുണ്ടാവുമായിരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഒരു കുട്ടി പൈലറ്റാണ്. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് ഒരു ക്രിസ്മസ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. മറ്റേ ജിങ്കിൾ ബെൽസ് ആ പാട്ടൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കൂടി വന്നത്. എന്തോ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പച്ചയും കൊണ്ട് മഞ്ഞയോ Oh my God, look at the view, it's breathtaking one. അമ്മ, ശരിക്കും പറഞ്ഞ് നടന്നിട്ട് ഭയങ്കര കിതപ്പാണ്. നമ്മൾ 1.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്തിട്ടാണ് ഈ പോയിന്റിൽ എത്തുന്നത്. പിന്നെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാറ്റാണ്. നമ്മൾ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല, ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റോ ലേക്കിന് എങ്ങനെയാണ് ഈ ബ്ലൂ ഗ്രീനിഷ് ആ ഒരു കളറുണ്ടല്ലോ, നമ്മൾ എന്താ അക്വാ ഗ്രീനൊക്കെ പറയും, ആ ഒരു കളർ എങ്ങനെയാണ് വന്നതെന്നാണ് ഇത് പറയുന്നത്. ഈ പീറ്റോ ഗ്ലേസിയറിൽ നിന്ന് വരുന്ന വെള്ളം, അതിൻ്റെ ഫോഴ്സ് കാരണം ഈ റോക്സ് കൂടിയിട്ട് താഴേക്ക് ഒലിച്ചു വരുന്ന ഒരു സമയത്ത് ആ റോക്സ് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം പൊട്ടിപ്പോവും. ആ പൊട്ടിപ്പൊടിഞ്ഞിട്ട് അത് റോക്ക് ഫ്ലവറായിട്ട് മാറും. ആ ഫ്ലവർ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഒലിച്ചു വരുന്ന സമയത്ത് ഇത് താഴോട്ടേക്ക് പോവില്ല, സിങ്കായിട്ട് പോവില്ല. ആ ഒരു പാർട്ടിക്കിൾസിലോട്ട് സൂര്യൻ്റെ റേസ് തട്ടുന്ന സമയത്ത് ഈ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ഓറഞ്ച്, റെഡ്, യെല്ലോ ഈ കളേഴ്സ് അബ്സർവ് ആയിട്ട് പോകും. ബാക്കി ബ്ലൂ, ഗ്രീൻ ആ 2 കളേഴ്സും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ലേക്കിന് ഈ കളർ വരാൻ കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പോൾ സൂര്യനില്ല, നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മേഘമൊക്കെ മൂടിയിട്ടിരിക്കുന്നുണ്ട്. സൂര്യനില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്.
ഈ താഴെയുള്ള പൈൻസൊക്കെ കണ്ടില്ലേ, ഈ പൈൻസൊക്കെ ഒരു ഫംഗസ് കാരണം നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ആ ഫംഗസിൻ്റെ പേര് പൈൻ ബ്ലിസ്റ്റർ റെസ്റ്റ് എന്നാണ്. ദേശീയയിലാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൈൻസിന് മാത്രമേ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇവിടെ. ഇതിപ്പോൾ എപ്പോൾ തെന്നി വീഴുമെന്നറിയില്ല, കാരണം നമ്മളെ കയ്യിലൊന്നുമില്ല. നോക്കി ഇവരുടെ കയ്യിലൊക്കെ ആണെങ്കിൽ വടിയും കോലും എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ആണെങ്കിൽ തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഇതുകൊണ്ടോ പീറ്റോ ഗ്ലേസിയറിൻ്റെ പിക്കും, ഇത് എനിക്കൊന്ന് ഈ പീറ്റോ ലേക്കും ആ സൈഡിൽ വേറെ ഏത് ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും എഴുതി വെച്ചത് കണ്ടില്ല പറഞ്ഞു തരാനായിട്ട്. ഇത് കണ്ടോ, എല്ലാവരും കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. എപ്പോൾ വീഴെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ മഞ്ഞും, അയ്യോ ഇത് കണ്ടോ, നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കാണിച്ചപ്പോൾ മനസ്സിലാവുന്നില്ലേ? അയ്യോ, ഇതാണ് നല്ല കാറ്റും മഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ആ ഒരിത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് മഞ്ഞുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു. ഇവിടെ നോക്ക്, സൂര്യൻ ഉദിച്ചു വരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മേഘങ്ങൾ മാറിയിട്ട് സൂര്യൻ കാണാം നമുക്ക്. ഇപ്പോൾ ചിലപ്പോൾ ഇത് നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും തെളിഞ്ഞിച്ച്. കണ്ടു, സൂര്യൻ വന്നിട്ട് ശരിക്കും ഇത് കാണാൻ പറ്റുന്നില്ലേ? കറക്റ്റ് കാനഡയുടെ മാപ്പ് കണ്ടിട്ടില്ലേ, അതിലുള്ള ഒരു മേപ്പിൾ ലീഫ് കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഉണ്ട്. കറക്റ്റ് മേപ്പിൾ ലീഫ് ആ ഒരു ഷേപ്പാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ, ഇവർക്കൊന്നും തണുക്കുന്നത്. എനിക്ക് ഈ പോയി നിൽക്കാൻ പേടിയാണ്. കാരണം നമ്മൾ പറത്തിക്കൊണ്ട് പോകുന്ന അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ അങ്ങ് പോസ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ അങ്ങ് എടുത്തു. പിന്നെ ഇത് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ ഇടയിൽ ഒരു അണ്ണാൻ കുഞ്ഞ് കളിക്കുന്നു. ഇതിനൊന്നും തണുക്കുന്നില്ലേ? ആവും, നമ്മളിവിടെ തണുത്ത് വിറച്ചിട്ട് ഇറങ്ങാൻ പാടുപെടാ. ഇത് നോക്കി, ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കങ്ങനെ ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ, നമ്മളെപ്പോൾ വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനും ഇതേ കഷ്ടപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ഇച്ചും വഹീമും അവിടെ കൂടി തന്നെ വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് നോക്ക്, ഊരി പോകുന്നെന്നോ ഊന്ന് പോകുന്നെന്നോ ഇങ്ങനെ എന്താ പറയുന്നത് എനിക്കത് പറയാനും കിട്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ പാൻറ്റ് ബ്ലൂ കളർ പാൻറ്റായിരുന്നു ഇട്ടത്. എനിക്ക് ചെളിയൊന്നും ആക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ നടന്നു പോകാമെന്ന് വെച്ചു. ഇത് നോക്ക്, അയ്യോ, ഒരു കുട്ടി കഷ്ടപ്പെടുന്നു താഴോട്ട് ഇറങ്ങാനായിട്ട്. ഈ സൈഡിൽ കൂടി നടക്കുമ്പോൾ പിന്നെയും നമുക്ക് കുഴപ്പമില്ല. അതാ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് അങ്ങ് നിൽക്കുകയാണ് എന്നാൽ താഴോട്ടൊക്കെ ഇറങ്ങാൻ. അതാ രണ്ടുപേരുടെയും കളി തുടങ്ങി. ഇത് ഫഹീം ഫസ്റ്റ്, അയാൾ വന്നുകൊണ്ട് നിർത്തി. ഇതാ അയാൾ മുന്നിലോട്ട് ചാടി പാവച്ചു. അയ്യോ പാവച്ചു വീണേ. ഇച്ച് വീണിട്ട് ഞാനും വീട് ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അയാൾ വന്നിട്ടില്ലായിരുന്നു. ഇച്ച് നൈസായിട്ട് ഊഴ്ന്ന് വരുമായിരുന്നു. അയ്യോ, നല്ല രസമായിരുന്നു. എന്താണെങ്കിലും മറക്കാത്തൊരു സർപ്രൈസിങ് ട്രിപ്പായിപ്പോയി. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്താണ് വീണ്ടും വീഴാണ്, താഴെ എത്താൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.